പ്രിയ സുഹൃത്തെ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു NRI സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ NRI അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ അതിൽ നോക്കിയപ്പോൾ ഏകദേശം 1 കോടിയിലധികം രൂപ അദ്ദേഹം വർഷങ്ങളായിട്ട് ഈ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഈ സേവിങ്സ് അക്കൗണ്ടിൽ ഇത്രയും വലിയ തുക സൂക്ഷിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് എൻ്റെ ഒരു എമർജൻസി ഫണ്ടാണ്. അപ്പോൾ എനിക്ക് എപ്പോഴാണ് ഇതിൽ നിന്ന് എമൗണ്ട് വേണ്ടി വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ തുക ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ ഇപ്പോൾ ടേം ഡിപ്പോസിറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മിനിമം 1 വർഷമെങ്കിലും ഹോൾഡ് ചെയ്തില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് കിട്ടില്ല. അതായത് ഇപ്പം ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തു, ഇനി 364ാമത്തെ ദിവസം വിഡ്രോ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ച് 0% റിട്ടേൺ ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഞാനപ്പോൾ സേവിങ്സ് അക്കൗണ്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 2.7 അല്ലെങ്കിൽ ഒരു 3% ഒക്കെ എനിക്ക് റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സൂക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും ഇദ്ദേഹം ഈ NRI അക്കൗണ്ടിൽ ഈ തരത്തിൽ ഇത് ഇപ്പോൾ 1 കോടി രൂപയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. ഈ പല ആൾക്കാരുടെ കയ്യിലും ഇപ്പോൾ 10 ലക്ഷവും 15 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷം 50 ലക്ഷം ഒക്കെ ഈ NRI അക്കൗണ്ടിൽ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ, ഈ പണം എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. Once again, welcome back to the Tomicha Tips, powered by Dice Academy. My name is Primson Dice. Once again, welcome back to the Tomicha Tips, powered by Dice Academy. My name is Primson Dice. Tomicha Tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന് പുതിയ എപ്പിസോഡുമായി നിങ്ങൾ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ NRI സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലാഭം നേടാം എന്നതിനെ കുറിച്ചാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ പേര് സപ്പോസ് നമുക്ക് ജോസിച്ചൻ എന്നെടുക്കാം. അപ്പോൾ ജോസിച്ചൻ എന്താണ് 1 കോടി രൂപ അദ്ദേഹം NRI സേവിങ്സ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം കുറേ വർഷങ്ങളായി, ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് എമർജൻസി ഫണ്ടായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഈ എമൗണ്ടിൽ അദ്ദേഹം വിഡ്രോയിലൊന്നും ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലോ എന്ന് വിചാരിച്ച് ഇദ്ദേഹം അവിടെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ 3% ആണ്. അപ്പോൾ 3% റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം 1 കോടിയുടെ 3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടെ അത്യാവശ്യം, അതായത് ഇപ്പോൾ ടേം ഡിപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ 6% ചിലപ്പോൾ 6.5% ഇൻട്രസ്റ്റ് കിട്ടിയേക്കാം. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 365 ദിവസം അവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ഇനി 364ാമത്തെ ദിവസം വിഡ്രോ ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടില്ല. ഇങ്ങനത്തെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ് ഈ പൈസ അദ്ദേഹം ഈ FDയിലേക്ക് മാറ്റാത്തത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ലിക്വിഡ് ഫണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അൾട്രാ ഷോർട്ട് ടൈം ഫണ്ട് പോലെയുള്ള ഫണ്ടുകൾ. ഈ ഫണ്ടുകൾ ഇദ്ദേഹത്തിന് വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഈ ലിക്വിഡ് ഫണ്ട് അല്ലെങ്കിൽ അൾട്രാ ഷോർട്ട് ടൈം ഫണ്ടുകളിലേക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ ഒരു 7 days തുടങ്ങി മുകളിലേക്ക് ഇപ്പം നമുക്ക് 2 മാസമോ 3 മാസമോ 5 മാസമോ 6 മാസമോ അങ്ങനെ എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്ന കാറ്റഗറി ഫണ്ടുകളെയാണ് ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ ഹൈ ലിക്വിഡിറ്റിയാണ്. ഇപ്പോൾ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. അപ്പോൾ വളരെ ഹൈ ലിക്വിഡിറ്റിയാണ് ഉള്ളത്. ഇത് ഷെയർ മാർക്കറ്റായിട്ട് ഒരു ബന്ധമില്ല. കാരണം ഇത് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പൈസ ഇപ്പോൾ വളരെ ഷോർട്ട് ടൈമിലേക്ക് ബാങ്കുകൾ അതുപോലെ വലിയ വലിയ കോർപ്പറേറ്റ്സിനെല്ലാം ലോൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഷെയർ മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷന് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ നോർമലി നമുക്കിപ്പോൾ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലിക്വിഡ് ഫണ്ടിൻ്റെയൊക്കെ ഇപ്പോൾ ഒരു കാറ്റഗറി, അതായത് ഇപ്പോൾ എല്ലാ ലിക്വിഡ് ഫണ്ടുകളിലെ ഒരു ആവറേജ് റിട്ടേൺസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയ സമയത്ത് ഏകദേശം 7.15% ആണ് ഓൺ ആൻ ആവറേജ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ലിക്വിഡ് ഫണ്ടുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സപ്പോസ് നമുക്കൊരു 6.5% ആണ് റിട്ടേൺ ആണ് കിട്ടുന്നത് എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജോസിച്ചൻ്റെ പക്കൽ ഏകദേശം 1 കോടി രൂപയാണ് അദ്ദേഹം സേവിങ്സ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 കോടിക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ കിട്ടുന്നത് 3% ആണ്. അതായത് 3 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പൈസ, ആ ഒരു തുക അദ്ദേഹം ഇത് ലിക്വിഡ് ഫണ്ടിലേക്ക് ജസ്റ്റ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലിക്വിഡേറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ ലിക്വിഡ് ഫണ്ടിൽ ഈ പറഞ്ഞ ഫെസിലിറ്റി, ഇപ്പോൾ നമുക്ക് എന്ത് അത്യാവശ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും നമ്മൾ വിഡ്രോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വർക്കിൻ്റെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6.5% ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇവിടെ 6,50,000 രൂപ 6,50,000 രൂപ നമുക്ക് കിട്ടും. 6,50,000 കിട്ടും. അതായത് ഡിഫറൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3,50,000 രൂപയുടെ ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്.
ഇനി NRI ആയിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിന് TDS ഒരു 30% TDS ആപ്ലിക്കബിൾ ആണ്. നമുക്ക് കിട്ടുന്ന റിട്ടേണിന് 30% TDS ഡിഡക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ഇപ്പോൾ 6.5%ൽ നിന്ന് ഈ ഇപ്പോൾ ഒരു 30% TDS എന്ന് പറഞ്ഞാൽ ഒരു 2% റിട്ടേൺ കുറച്ച് കഴിഞ്ഞാലും ഒരു 4% നമുക്ക് നെറ്റ് കിട്ടും. അതായത് ഈ TDS കൊടുക്കണ്ട, അതായത് ഈ വ്യക്തി ഏറ്റവും ഹയസ്റ്റ് ടാക്സ് ബ്രാക്കറ്റിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം നെറ്റ് കിട്ടും. 1.5 ലക്ഷം രൂപയോളം ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് പ്രോഫിറ്റ് കിട്ടും. ഈ 1.5 ലക്ഷം രൂപ ഇനി ഇദ്ദേഹം നാട്ടിൽ വേറെ ഇൻകമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇപ്പം ഇന്ത്യയിൽ വേറെ ടാക്സ് ഒന്നും കൊടുക്കാനുള്ള ലൈബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന് TDS പിടിച്ച എമൗണ്ട് മൊത്തം റീഫണ്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ടാക്സ് ലാഭം അനുസരിച്ച് റീഫണ്ട് ചെയ്ത് മേടിക്കാനും സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിനാരിയോയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1.5 ലാക്ക് തുടങ്ങി ഒരു 3.5 ലാക്ക് വരെ എക്സ്ട്രാ നേടാൻ ഇപ്പോൾ ജോസിച്ചിനെ സംബന്ധിച്ച് സാധിക്കും. അപ്പോൾ ഈ പൈസ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഫാമിലി വെക്കേഷൻ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് ഈ ഒരു എമൗണ്ട് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇനി പാരൻസിന് എന്തെങ്കിലും പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഇദ്ദേഹത്തിന് മൊബൈൽ റീചാർജ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫ്യൂവൽ എക്സ്പെൻസ് ഈ പറഞ്ഞ സംഭവത്തിന് വേണ്ടി ഈ പറഞ്ഞ എമൗണ്ട് ഉപയോഗിക്കാം. അതായത് ഏകദേശം എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ട് ആണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1.5 ലാക്ക് ടു 3.5 ലാക്ക് സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ജസ്റ്റ് ഒന്ന് ലിക്വിഡ് ഫണ്ടിലേക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ചില ആൾക്കാർ പറയും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 1 കോടിയുള്ള സമയത്തല്ലേ ഇതേ രീതിയിൽ കിട്ടുന്നത്. ഇപ്പോൾ 1 കോടി ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ചെറിയൊരു കണക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഞാനൊരു കാൽക്കുലേറ്റർ എടുത്തേക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 1 കോടി രൂപ ഇൻറ്റു നമ്മളെ സംബന്ധിച്ച് 6.5% എന്ന് പറയുമ്പോഴേക്കും 6,50,000 രൂപ വന്നു. ഇതിനെ നമ്മൾ 365 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്ര എമൗണ്ടാണ്? 1,780 രൂപ ഒരു ദിവസം പെർ ഡേ. 1,780 രൂപ വെച്ച് പെർ ഡേ ഈ പറഞ്ഞ സംഭവത്തിൽ ഏൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇനി സപ്പോസ് ഇപ്പോൾ ചില ആൾക്കാരുടെ മനസ്സിലുള്ളൊരു സംഭവം ഇവിടെ 1 കോടിക്ക് 1,780 രൂപ. അപ്പോൾ ഈ 10 ലക്ഷമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് 178 രൂപ ഓൺ ആൻ ആവറേജ് ഒരു ദിവസം ഏൺ ചെയ്യും. ഇനി 50 ലക്ഷമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മളിപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഏകദേശം ഒരു 800 ചില്ലാൻ രൂപ നമുക്ക് കിട്ടും ഒരു ദിവസം. അപ്പോൾ ഈ പൈസ കൊണ്ട് നമുക്ക് എത്രയോ ഇപ്പം നമുക്ക് ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടക്കാം. നമുക്ക് ഈ പൈസ വെച്ച് നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലൈഫ് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് അതിനെല്ലാം ഈ പറഞ്ഞ എമൗണ്ട് മതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NRI അക്കൗണ്ടിലൊക്കെ നിങ്ങൾ ഈ ഒരു പരിധി കൂടുതലുള്ള എമൗണ്ട് നിങ്ങൾ സൂക്ഷിക്കാതെ നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് മതിയെങ്കിൽ ഈ പൈസ ഒരാഴ്ച കഴിഞ്ഞിട്ട് മതിയെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ആ ഒരു എമൗണ്ട് നിങ്ങൾ ലിക്വിഡ് ഫണ്ടിൽ ഒന്ന് പാർക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ വലിയ എമൗണ്ട് ഇപ്പോൾ 1 കോടി അല്ലെങ്കിൽ അങ്ങനെ വലിയ എമൗണ്ടൊക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു 1 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണ്ട കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് ഉപകാരപ്രദമായെങ്കിൽ തങ്ങളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആംഫിയുടെ ഒരു ലിങ്ക് കിട്ടും. അവിടെ നിങ്ങൾ പിൻകോഡോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റിയോ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ലിസ്റ്റ് താങ്കൾക്ക് കിട്ടും. അപ്പോൾ അവിടെ താങ്കൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ടോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ താങ്കൾക്ക് സാധിക്കുന്നതാണ്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞങ്ങൾ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറുകളിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.